ശരീരത്തിലും അതിനാൽക്കുന്നില്ല. അപ്പൊ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അല്ല ഇത്. ഞാൻ നിസ്കരിക്കുന്നത്, ഞാൻ നോമ്പ് നോക്കുന്നത്, ഞാൻ ഹജ്ജ് ചെയ്യുന്നത്, സക്കാത്ത് കൊടുക്കുന്നതൊക്കെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന അമലുകളാണ്. അതന്നെ ആയിരിക്കും നമ്മുടെ നിയത്തിൽ ഇങ്ങനെ ചെറിയൊരു ഇത് വന്നാൽ അത് അമലെന്നല്ല. അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുക, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നിയത്ത് ആദ്യം നന്നാക്കണം. എന്തൊരമല് ചെയ്യുമ്പോഴും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് അവന്റെ നിയത്ത് കൊണ്ടാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവى, ഏതൊരു മനുഷ്യൻ എന്ത് കരുതി അത് കിട്ടും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിയത്ത് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കാൻ പറ്റുന്നതല്ല. നിയത്ത് എന്ന് പറഞ്ഞാൽ എന്തല്ല, പുറത്ത് കാണിക്കാൻ പറ്റുന്നതല്ല, അത് ഉള്ളിൽ കാണും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിയത്ത്, എനിക്കറിയാം എന്റെ നിയത്ത്. നമ്മുടെ നിയത്തിന് നമുക്ക് നിയത്തൊന്നും പുറത്തൊന്നും പറഞ്ഞു മുനാഫിക്കായി അല്ലേ? നിയത്തിൽ തന്നെ ആയിരിക്കണം പുറത്തു വരുന്നത് അല്ലെ? മനസ്സിലെന്താണ് അത് തന്നെ ആയിരിക്കണം പുറത്തുമുള്ളത്. അല്ലെങ്കിൽ എന്തായി നിഫാഖത്തരായി അല്ലെ? ഉള്ളിലൊന്നും പുറത്തൊന്നും. അപ്പൊ അത് അള്ളാഹുവിനറിയാം. അള്ളാഹു ആരാണ്? മനുഷ്യൻ കണ്ണിങ്ങനെ ഒരു ചിമ്മി കഴിഞ്ഞാൽ ആ കണ്ണെന്തിന് ചിമ്മി, കണ്ണിന് എന്ത് നോക്കി അള്ളാഹുവിനറിയാം. ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെക്കുന്നത് അള്ളാഹുവിനറിയാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹു നമ്മൾ അറിയാം, നമ്മൾ മനസ്സിൽ എന്താണുള്ളത്, മനസ്സ് നന്നാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹജ്ജ് നിർബന്ധമാകുന്നതിന് അവസാനമല്ലേ അല്ലേ? നിസ്കാരം, നോമ്പ്, സക്കാത്ത് എല്ലാം പിന്നെ അവസാനമായിട്ടാണ് ഉള്ളത് ഹജ്ജിന് അല്ലേ? അതെന്ത്? തടിയാലും മുതലാലും അല്ലേ വഴിയാലും കഴിവുള്ളവർക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. നല്ല ആരോഗ്യം പാടുള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ ആരോഗ്യം ക്ഷയിച്ചിട്ടാകുമ്പോൾ മാത്രം അല്ലേ? ലാസ്റ്റ് ഒരു 60 കഴിയിട്ട്, ഇനി കുറച്ച് കഴിയിട്ട് എന്താ ഇപ്പൊക്കെല്ലാം പോകുന്നില്ല, ഇല്ല അങ്ങനെ ഇനിയും കുറച്ച് കഴിയിട്ട് അല്ലേ? ലാസ്റ്റ് അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഇബാദത്ത് വേണ്ടത് നല്ല യൗവനത്തിലാണ്, നല്ല ചുറുചുറുക്കുള്ള സമയത്താണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ എന്താക്കണം, നിങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ ആക്കണം. കല്യാണം കഴിച്ചാൽ ഫസ്റ്റ് പോകുന്നതിന് ഹജ്ജിനായിരിക്കണം. അറിഞ്ഞല്ലേ? ഒരു മാറ്റം വരും. അപ്പം ഹജ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർബന്ധമുള്ള ഒരു അമലാണ് ഹജ്ജ്. കുറേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ആ ഹജ്ജ് മബ്റൂറായി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു അല്ലേ? മബ്റൂറായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ്. അപ്പൊ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സമ്പത്താണ്, ഗിഫ്റ്റാണ്. ആ നിലക്ക് തന്നെ ചിന്തിക്കണം. ആ നിലക്ക് ചിന്തിച്ചിട്ടായിരിക്കും ഹജ്ജിന് പോകുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എല്ലാവരും പോകുന്നു ഞാനും പോകുന്നു, കുറച്ചിട്ട് നമുക്ക് സാധനം കിട്ടുന്നത് ഞാൻ പറയുമ്പോഴത്തില്ലേ, കുറച്ച് സാധനം നീങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും കുറവുണ്ടാവും അല്ലേ? മീന് നല്ലോണം കുറച്ച് വെക്കുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ചീഞ്ഞ വരെ അല്ലേ? എന്നതുപോലെ കുറച്ച് തരുമ്പോൾ എന്തെങ്കിലും ഒരു ഉള്ളിൽ ഒരു കെടി ഉണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പൊതുവേ മാർക്കറ്റ് അല്ലെങ്കിൽ കുറവാണ്. ഈ വർഷം റേറ്റ് ഒക്കെ കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ 7-7 റേറ്റ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 പേരും പോയിരുന്നു. 50 പേരെ ഞാൻ കൊണ്ടുപോയി, 50 പേരെ ആരും കൊണ്ടുപോയി, 2 പേരും പോയിരുന്നു. കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ഞാനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല. ഹജ്ജ് അങ്ങനെയാണ്, അള്ളാഹ് വിളിച്ചാൽ അവിടെ എത്തും. എന്നോടൊരു 10 പേര് ഖത്തറിൽ വിളിച്ചു പറഞ്ഞ് നമുക്ക് ഹജ്ജിന് പോകണം, കുറഞ്ഞ ദിവസത്തെ ഒരു 20 ദിവസം മതി, അധികം വേണ്ട, ലീവില്ല. ഞാനിങ്ങനെ അന്വേഷിച്ചു. ഇപ്പോൾ ആര്യൻ്റെ കൂടെ തന്നെ കേൾക്കാൻ വിചാരിച്ചു, നടക്കുന്നില്ല. അവർ 2 ഇത് ചെയ്യില്ല, ഒരേ കാറ്റഗറി ചെയ്യില്ല. ഇപ്പം ഞാൻ എന്താക്കി, തവക്കലല്ല 50 വരെ ഞാൻ എടുത്തു. അൽഹംദുലില്ലാ വെറും ഒരു മാസം കൊണ്ട് 50 പേരുമായി ഹജ്ജിന് പോയി തിരിച്ചു വന്നു. അൽഹംദുലില്ലാ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. 50 പേരെയും ആണെങ്കിൽ നമ്പർ തന്നെ വിളിച്ചു ചോദിച്ചാൽ പറയും 101 മാർക്കല്ല, 100 മാർക്കല്ല. അല്ല, നമ്മൾ ഇതിൽ അലിഞ്ഞു പോയതാണ്. ഹജ്ജും ഇന്നലെ തുടങ്ങിയതല്ല. മസ്കത്തിൽ നിന്ന് തന്നെ കുറേ വർഷം ചെയ്തിട്ട് സ്വന്തം ബസ്സിൽ ആളുകൾ ഹജ്ജിന് മുമ്പ് കൊണ്ടുവരുന്നത്. അപ്പം എനിക്കിത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയ ഒന്നാണ് ഈ ഹജ്ജും പ്രാർത്ഥന. പണ്ട് പലരും ചോദിക്കും എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീന്തരുത്. അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ആവശ്യമില്ല. ഫസ്റ്റ് അള്ളാഹു അങ്ങനെ തൗഫീഖ് ചെയ്യാൻ അങ്ങനെയാണ്. അള്ളാഹു വലിയ ഒരു ഭാഗ്യമാണ്. കൊണ്ട് ഇത് ഒരു ബിസിനസ്സുള്ള ആൾക്കാർ തുടങ്ങിയല്ല. ഞാൻ 3 ആളെ കൊണ്ട് ആദ്യം പോയപ്പോൾ യാദൃശ്യമായി തുടങ്ങിയതാണ്. ഹെർമോജിയിലെ മൂലമിൻ്റെ മരിച്ചു എയർപോർട്ടിൽ വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മാൻ്റെ കൂടെ ആദ്യത്തിന് വന്ന് എൺപത്താറ്. പിന്നെ 2 പെണ്ണുങ്ങളുണ്ട്, ആരും ഇല്ല. ഖത്തറിൽ നിന്ന് അവർ ബന്ധുക്കൾ വരുന്നതാണ്. പക്ഷേ ഞാൻ അഴിച്ചിട്ട് തിരിച്ചു വരുന്നവർ ആരും വന്നില്ല, അവർക്ക് വിസ ശരിയായില്ല. ഞാൻ ഈ 3 പേരെ ഉമ്മാനെ നോക്കുമ്പോൾ നോക്കിയിട്ട് വന്നു. പിന്നെ അവർ മരിക്കുന്നവരെ എന്നെ മറന്നിട്ടില്ല. അവസാനം ഒരു പെണ്ണുങ്ങൾ മരിച്ചപ്പോൾ ഞാൻ
പോകുമ്പോൾ മെയ്യത്ത് കവറിൽ വെച്ച് വെച്ചിട്ട് അവർക്ക് നിസ്കരിച്ച് അത്ര ബന്ധമായിരുന്നു. ഇതാണ് അന്ന് ഞാൻ അന്നാണ് അവർക്ക് ചോദിച്ചു, പഠിച്ചോനെ ഈ ഹിദമത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോഫിക്ക് നൽകണമല്ല. അവസാനം വരുന്ന സമയത്ത് പിന്നെ അന്ന് മുതൽ വിളിക്കാൻ തുടങ്ങി വിളിക്കുന്ന പോകുന്നു. 88-ലാണ് പിന്നെ 44 പേരെയും കൊണ്ട് ഒമാനിൽ പോയത്. ഇതിങ്ങനെ ഓരോ കൊല്ലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ ഇത് പറയല്ല നമുക്ക് ഇത് ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നറിയോ? എന്നിട്ട് അവരെ പഠിപ്പിക്കും, ഹജ്ജിന് പോകുന്നവരെ പഠിപ്പിക്കും, നിസ്കരിക്കുന്നവരെ പഠിപ്പിക്കും, നോമ്പ് നോക്കുന്നവരെ പഠിപ്പിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ പഠിപ്പിക്കും. ഇതാണ് അവൻ്റെ ഡ്യൂട്ടി. അതിന് വേറൊന്നും ഡ്യൂട്ടിയില്ല. അവനൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അള്ളാഹ് എന്ത് പറഞ്ഞറിയോ? അന്നാ നോക്കട്ടെ, നിനക്ക് സാധിക്കൂല, ഇല്ല നീ പഠിപ്പിക്കല്ല, ശരി തന്നെ, ഇല്ല ഇമാദത്തന്നെ പറയാൻ മുഖ്ലിസായ ആളുകളെ എനിക്ക് പഠിപ്പിക്കാൻ ചേർക്കാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, അവൻ മുഖ്ലിസ് ആകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇഖ്ലാസ് ഇല്ലാതെ എന്തായാലും ഫലമില്ല. കാരണം എന്താ, ഇബ്ലീസിന് പോലും ഇഖ്ലാസ് ഉള്ള ആളെ തോൽപ്പിക്കാൻ പറ്റൂല. ഇബ്ലീസിനെ പറഞ്ഞു എല്ലാവരും പഠിപ്പിക്കും, ഇഖ്ലാസ് ഉള്ള ആളെ എനിക്ക് പറ്റൂല, ഇഖ്ലാസ് ഉള്ള ആളെ ഇബ്ലീസ് ഉണ്ടാക്കാൻ പറ്റൂല, തോൽപ്പിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസ് നമുക്ക് വേണ്ടത്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ അമലുകൾക്ക് എന്താകും, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഹജ്ജ് എന്നുള്ളത് ആദ്യമായി തന്നെ പറയാണ് ഞാൻ, ഇഖ്ലാസോട് കൂടിയായിട്ട് നിയ്യത്ത് നന്നായിരിക്കണം, നല്ല ആളുകളെ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ശരിക്കും ഹജ്ജ് ശരിക്കും പറഞ്ഞു തരുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം. നന്നായി നിങ്ങൾ ചോദിച്ചറിയണം ആരാണ് ഏറ്റവും നന്നായി ഹജ്ജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉംറ പറഞ്ഞു തരുന്നത് അത് അറിഞ്ഞിട്ട് അത്രയും ആളുകളെ കൂടെയാണ് ഹജ്ജിന് പോകേണ്ടത്, ഉംറക്ക് പോകേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ടൂർ പോകും പോലെ പോയിട്ട് കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഞാൻ പോയി പറഞ്ഞു അതെന്തല്ല, അതൊരിക്കലും ശരിയായ വഴിയല്ല. എന്താക്കണമെങ്കിൽ ഒരു ഹജ്ജിനും ഉംറക്കും തിരഞ്ഞെടുക്കണം. ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഈ വർഷവും ഈ പ്രാവശ്യവും നേരത്തെ തന്നെ ഞങ്ങൾ 2 100 സീറ്റ് എടുത്തിരിക്കുകയാണ്. 100 സീറ്റ് എടുത്തിരിക്കുകയെന്ന് വെച്ചെങ്കിൽ കാസിം ഉസ്താദ് 35 ദിവസത്തെ സീറ്റാണ് കൊണ്ടുവന്നത്. എൻ്റെ കയ്യിൽ 35 + 20 രണ്ടും ഉണ്ട്. 35 20 ദിവസത്തെ വരുന്നവർക്ക് 20 ദിവസത്തെ വരാം. കാരണം ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ വന്നവർ തന്നെ വർഷവും കുറേ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവർക്ക് 20 ദിവസം തിരിച്ചു വരണം. അപ്പോൾ കൂടെ നാട്ടിൽ നിന്ന് കുടുംബം വരുന്നെങ്കിൽ നേരത്തെ നമ്മൾ കൂടെ പോയിട്ട് അവരവിടെ നിന്ന് വന്നിട്ട് നമ്മൾ കൂടെ പോകും. അങ്ങനെ അപ്പോൾ അൽഹംദുലില്ലാഹ് 10-20ഓളം ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എല്ലാവരും പറഞ്ഞു റേറ്റ് കുറച്ച് തന്നെ അവസാനം പോയിട്ട് കൊണ്ടിലൊന്നും വേണ്ട, നിങ്ങൾ വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യണം. പിന്നെ അവസാനം പിന്നെ കഴിച്ചിട്ട് ഫലമില്ലല്ലോ അല്ലേ, ഒരിക്കലേ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ എന്താക്കണം, പ്രത്യേകിച്ച് ഈ വർഷം വളരെ നിയമങ്ങളൊക്കെ മാറ്റമുണ്ട്. ഈ വർഷം 2000 ആളടങ്ങിയ വലിയ വലിയ ഗ്രൂപ്പാക്കിയിട്ടാണ് സൗദി അവിടെ അവർക്ക് എന്താക്കുന്നത് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 2000 ആളുകൾ എവിടെ താമസിക്കുന്നത്, കുറേ മിനിൻ്റെ പുറത്തൊക്കെ ആയിരുന്നു താമസിക്കുന്നത് ചില സമയത്ത്. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ച് പിടിച്ചിട്ട് അതിന് അറിയുന്ന വിശ്വസ്തരായ ആളുകൾ എന്താക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുപോലെ നിങ്ങൾക്കറിയുന്ന ആളുകൾക്ക് ഇപ്പോൾ നിങ്ങളൊക്കെ പേര് കൊടുത്ത ആളാണല്ലോ, ഇങ്ങനെ രാജ്യങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യാനൊക്കെ അല്ലേ, എത്രയോ ആളുകൾ ദുആ കിട്ടും അല്ലേ, എത്രയോ ഇങ്ങനെ പോയ ആളുകൾ വയസ്സായ പെണ്ണുങ്ങളുടെയൊക്കെ ദുആ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെന്തായി ഹജ്ജിൻ്റെ നിയത്ത് വെച്ചത് ഇത് നബൈത്തുൽ ഹജ്ജ ബഹറൻ തുബിയാൽ ഉസ്താദ് പറഞ്ഞ പോലെ വെച്ചിനപ്പോൾ ഞാൻ മാറ്റുക നമ്മളിങ്ങനെ വിശ്വാസം ഉണ്ടാകാനേ പാടില്ല. ഉണ്ടായിരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്നലെ എന്താക്കണം, അതിനെ മാറ്റിക്കളയണം. ഇന്ന് മുതൽ വസ്വാസ് ഭയങ്കര ഷർറല്ലേ, ഇബ്ലീസിനെ ഏറ്റവും പിടിക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇത്, ഒരു മരുന്നാണ് സംശയം. ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ ഞാൻ എൻ്റെ പോലെ ആയത്തും ഹദീസായി ഓതി കേൾപ്പിക്കുന്നത് മനസ്സിലല്ലേ. അള്ളാഹിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഉത്തരം കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ. സംശയിക്കാൻ പാടില്ല. സംശയിച്ചാൽ അത് ഉത്തരം നൽകുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സംശയം അള്ളാഹിനെ പറ്റി സംശയം നമ്മൾ കുറേ തെറ്റില്ല. പക്ഷേ നിങ്ങൾ വിളിക്കുന്നത് എന്തിനാണ്? എന്ത് ചോദിച്ചാലും നൽകും. ഹാജിമാർക്കും നമ്മൾക്ക് പോകുന്നവർക്കും എത്ര തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുന്നതാണ്. അള്ളാഹു അഭിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. എന്തൊക്കെ ധിക്കാരം എന്തൊക്കെ തോന്നിയാസം ചെയ്തിട്ടുണ്ട് എല്ലാം ഒറ്റടിക്ക് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ, എല്ലാം വായിച്ചോല്ലോ, ക്ലിയർ ആക്കി കളയും എല്ലാം പഴയതൊക്കെ. വേണ്ടേ? ആവശ്യമില്ലേ? എത്ര കാലായി അള്ളാഹുനെ ധിക്കരിക്കുന്ന ഇല്ലേ, എത്ര തോന്നിയാസം ചെയ്യുന്ന എത്ര കാലായി. അങ്ങനെയുള്ള ആളുകളൊക്കെ അള്ളാഹു വിളിച്ചിട്ടുണ്ടാക്കുന്നത് എല്ലാം പൊറുക്കാൻ വേണ്ടി വിളിക്കാണ്. അതുകൊണ്ട് എന്ത് വേണം, അതിന്റെ കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ദ്വാരക്കുമ്പോൾ
മനസ്സിൽ അള്ളാഹ് എന്നെ സ്വീകരിക്കും, അള്ളാഹിനെ ഒരിക്കലും തട്ടിക്കളിയില്ല എന്ന പൂർണ്ണ വിശ്വാസം വേണം. അത് ഇന്ന് മുതൽ അങ്ങനെ വിചാരിക്കണം. ഉത്തരമുണ്ട്, സംസം കുടിക്കുമ്പോൾ ഉത്തരമുണ്ട്, പറയാണ് എന്തൊരു ഉദ്ദേശം വെച്ച് കുടിക്കും അതിനുള്ളതാണ്. എന്ത് വേണം ഉദ്ദേശം ഉണ്ടാക്കാം, സംസം കുടിക്കാം, വേണ്ടപോലെ കുടിക്കാം, നല്ലോണം കുടിക്കാം. നല്ലോണം കുടിക്കാത്ത മുനാഫിക്കുന്ന ആളാണ് പറഞ്ഞത്. നല്ലോണം കുടിച്ചില്ലെങ്കിൽ മുനാഫിക്കാണ്. എന്ത് ഉദ്ദേശിച്ച് വേണം കുടിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ അതൊക്കെ കരുതിയിട്ട് കുടിക്കാം. സഫയിൽ ദുആക്ക് ഉത്തരമുണ്ട്, മർവയിൽ ദുആക്ക് ഉത്തരമുണ്ട്, സയ്യിൽ ദുആക്ക് ഉത്തരമുണ്ട്, ഹജ്ജിന്റെ കാര്യങ്ങളാകുന്ന അറഫയിൽ ദുആക്ക് ഉത്തരമുണ്ട്, മുസ്ദലിഫയിൽ ദുആക്ക് ഉത്തരമുണ്ട്, മീനയിൽ ദുആക്ക് ഉത്തരമുണ്ട്, കല്ലെറിയുന്നിടത്ത് ദുആക്ക് ഉത്തരമുണ്ട്. ഇതൊക്കെ ദുആക്കൾ 18ഓളം സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരമുള്ള സ്ഥലത്തേക്കാണ് ഹജ്ജിന് ഉംറക്ക് പോകുന്നവർക്ക്, ഹജ്ജിന് പോകുന്നവർക്ക് 18ഓളം സ്ഥലങ്ങളിൽ ദുആക്ക് ഉത്തരമുണ്ട്. നബി എങ്ങനെ ആവൂല, ഫസ്റ്റ് കാറ്റഗറി കിട്ടൂല, സെക്കൻഡ് കാറ്റഗറി അതും കിട്ടൂല. സിദ്ദീഖുകൾ, ശുഹദ മൂന്നാമത്തെ കാറ്റഗറി, ചിലപ്പോൾ അത് കിട്ടും അല്ലെ. ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഗട്ടെ, ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ഷഹീദായി കിട്ടും അല്ലെ. സജ്ജനങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആർക്കും അല്ല കിട്ടാണ്ടിരിക്കില്ല, നല്ലൊരു സ്ഥലത്തല്ല കാണില്ല. പാസ്സായി 10-80 പാസ്സായി, അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചു എന്താ ഞങ്ങൾക്ക് വരണ്ടേ, തിരിച്ചു വരണ്ടേ, 2 ദിവസം ബാക്കിയുണ്ട്. പഠിച്ചോനെ ഞങ്ങൾക്ക് റോഗൽ നിസ്കരിക്കാൻ സമയം കിട്ടും, സ്വർഗത്തോപ്പിൽ നിസ്കരിക്കാൻ മതി പോയപ്പോൾ ചോറ് കിട്ടും. സുജൂതിൽ ഒറ്റ കരച്ചിലായിരുന്നു പഠിച്ചോനെ. ഒന്നിക്കിൽ അയാളെ മയ്യത്ത് കിട്ടണം, അല്ലെങ്കിൽ അയാളെ കിട്ടണം, രണ്ടാളൊന്നും തരണം. 1 മണിക്കൂർ വിളിച്ചു ഹോസ്പിറ്റലിൽ അയാൾ വന്നിട്ടുണ്ട്. ഒന്നുമില്ല, അവർ ദുആ ഉണ്ടാവില്ല. അവിടെ പോയി ദ്വാരന്നാൽ ഉത്തരം 100 കിട്ടും, സംശയിക്കണ്ട. സംശയിക്കാൻ കിട്ടൂല, ചെറിയ സംശയത്തിനൊക്കെ ഇംഗ്ലീഷ് ഇട്ടെന്താണ് പോയി നിങ്ങൾ ഉത്തരം കിട്ടൂല. ഇത് പഠിച്ചോ, ഇത് വളരെ ട്രിക്കാണ്. ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എൻ്റെ ദുആ സ്വീകരിക്കുകയോ സ്വീകരിക്കില്ല, സംശയം ഉണ്ടാകാനേ പാടില്ല. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. കേട്ടില്ല അതിക്കറ് എന്താ ഇന്ന് എത്ര ക്ലാസ് കേൾക്കുന്ന ആൾ, എത്ര യൂട്യൂബിലും ഇതിലെല്ലാം വേറെ കേൾക്കുന്ന ആൾ ഞാൻ പറഞ്ഞുതരാണ്, നിങ്ങൾക്ക് അറിയുന്നതന്നെ. ബിസ്മില്ലാ തവക്കൽ എല്ലാവരും ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് എളുപ്പമല്ലേ, അറിയുന്നതല്ലേ. ഇങ്ങനെ ഒരാൾ ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഉക്കില മലക്കൻ, ഒരു മലക്കൻ ഏൽപ്പിക്കുന്നതാണ്. റസൂൽ പറയണ്ടേ, ഇത് ചൊല്ലിയിട്ട് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഒരു മലക്കിനെ ഏൽപ്പിക്കും. ആ മലക്ക് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും, ചോദിക്കുന്നില്ലേ, ആ റൂട്ടിൽ തന്നെ ഉള്ളത് ഇപ്പം നീ ഉള്ളത് ശരിയായ മാർഗത്തിൽ തന്നെയാണ്. നിന്നെ എല്ലാ നിലക്കും സംരക്ഷണം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. മതി നിനക്ക്, ഈ ദിക്ർ നിനക്ക് മതി, അള്ളാഹു നിനക്ക് മതി. അള്ളാഹു എന്താക്കുന്ന ഒരു മലക്കിനെ ഏൽപ്പിച്ച് വിട്ടുന്നതാണ്. പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഉണ്ടാക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 12-13 അപ്പൊ 8-ന് തുടങ്ങിയാൽ 13-ന് മറ്റേ ഗൂഡ്സ് എല്ലാം വന്നിട്ട് ഫുഡെല്ലാം ഇങ്ങനെ എറിഞ്ഞു പോകും. അത് വാങ്ങിക്കൊണ്ട് വെക്കുക, റൂമിൽ തന്ന 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.